ഒരു നിരപരാധി അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടിട്ട് ആ പേരിവിടെ പറഞ്ഞുകൊണ്ട് വീണ്ടും അദ്ദേഹത്തെ കുറ്റവാളിയായി ആരോപിക്കുന്നുണ്ടെങ്കിൽ അത് ദുരുദ്ദേശപരമല്ലേ എന്നുള്ള ചോദ്യത്തിന് മറുപടി ആംഗിളിലേക്ക് ബഹുമാനപ്പെട്ട അങ്ങനത്തെ പോലെ പോകരുത്. അങ്ങനെ ഇതൊരു വലിയ പ്രധാനപ്പെട്ട ഫ്ലോറാണ്. ഏതും ആ നിലയിൽ കൊണ്ടുപോകുന്ന ശരിയല്ല. എന്താ പറയുന്നത് സർ? കൊണ്ടുപോകാൻ ശ്രമിക്കണ്ട പ്ലീസ്, അത് അവസാനിപ്പിക്കണം. എനിക്കെതിരെ എന്തും പറയാ സർ. സർ, എന്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊന്നും കള്ളക്കടത്ത് നടത്തുന്നവരല്ല, നേരെ കടത്തുന്നവരാണ്. എനിക്ക് അത് തന്നെയാണ് മിസ്റ്റർ ജോയിയോടും പറയുന്നത്. അതുകൊണ്ട് എന്റെ ലൈഫ് സർ, ഞാൻ ബിസ്ക്കറ്റ് കടത്തിയിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടുണ്ട്. അത് മേരി ബിസ്ക്കറ്റാന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതുപോലെയുള്ള അപരാധങ്ങൾ പറയുന്നതിന് മുമ്പ് ഇതാരെപ്പറ്റിയാണ് പറയുന്നതെന്നും പാവപ്പെട്ട കുറേ ആളുകൾ അവിടെ പോയി ജോലി കിട്ടാതെ വരുമ്പം അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഞാൻ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് ജോലി കിട്ടുന്നുണ്ട്. അതിൽ സഖാക്കളുണ്ട്, അതിൽ എല്ലാവരും ഉണ്ട് സർ. അത് രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്തിട്ട് കാരിയറെ വിടുന്ന ലോകത്തിലെ ആദ്യത്തെ MLA ഞാനായിരിക്കും. പേര് രജിസ്റ്റർ ചെയ്തിട്ട് അവർ അപ്പൊ ഈ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് വസ്തുനിഷ്ഠമായി അത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ഇവരുടെ പേരിൽ ഒന്നും ഒരു FIR-ഉം പോലീസ് കേസും ഇല്ല സർ. പോലീസ് കേസും FIR-ഉം ഇല്ലാത്ത ആളുകളുടെ പേരിൽ എനിക്ക് MLA എന്നുള്ള നിലയ്ക്ക് ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത് ആരോപണമായി ഞാൻ